ഹലോ, എല്ലാവർക്കും സ്വാദ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാദ് ഓഫ് കേരളയുടെ ഇന്നത്തെ വീഡിയോ ബിരിയാണി ചമ്മന്തിയാണ്. മലബാർ ചമ്മന്തി, ഗ്രീൻ ചട്നി എന്നൊക്കെ പറയാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്ത് കണ്ടുവരുന്ന ഒരു ചമ്മന്തിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, വേറെ കുക്കിംഗ് ഒന്നും ഇല്ല. ഫ്രഷ് ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. ഡീറ്റെയിൽസ് നോക്കാം. ഒരു മിക്സർ ജാറിൽ 1/4 കപ്പ് മല്ലിയില എടുക്കാം, 1/4 കപ്പ് പുതിനയില, ഓപ്ഷണലായിട്ട് 4-5 കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം, 2 പച്ചമുളക്, ഇത് നിങ്ങളുടെ എരിവ് അനുസരിച്ചെടുക്കുക, ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ളത് എടുക്കാം. ഇത്രയും ആദ്യം ഒന്ന് അരച്ചെടുക്കണം, കാരണം ഇലയൊക്കെ നല്ലപോലെ അരയണം. തേങ്ങ അത്ര അരയണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് പുളി കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് നാരങ്ങാ നീരോ അല്ലെങ്കിൽ തൈരോ ചേർക്കാം. നിങ്ങൾക്ക് എത്ര പുളി വേണോ അത്രയും ചേർക്കുക. ഇനി ഇത് അരച്ചെടുക്കുക. ഇത് അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. വലിയ ജാറാണെങ്കിൽ ഇത് പെട്ടെന്ന് അരഞ്ഞു വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചായി വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇതിൽ വേണമെങ്കിൽ വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിർബന്ധമൊന്നുമില്ല. ചമ്മന്തി റെഡിയായി. ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യാം. അതുമാത്രമല്ല, നെയ്ച്ചോറ് അല്ലെങ്കിൽ സാധാ ചോറിൻ്റെ കൂടെയും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി സ്വാദ് ഓഫ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.